ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് ക്യാമറ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബിസഡ് കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ബിസഡ് കോയിൻ വാലറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്യാമറയിലേക്ക് ഡെപ്പോസിറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്യാമറ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാത്തവർ ആളുകളാണെങ്കിൽ എങ്ങനെയാണ് ക്യാമറ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ക്യാമറ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഹോം പേജ് ആയിരിക്കും കാണുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ കാണാം. ആ ഡെപ്പോസിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഡെപ്പോസിറ്റ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ സെലക്ട് കോയിൻ, അതായത് നിങ്ങളുടെ കോയിൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സെലക്ട് കോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രണ്ട് കോയിൻസ് കാണാം. ഒന്ന് ബിറ്റ് കോയിൻ, അതുപോലെ BTC ബിറ്റ്സ് കോയിൻ. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് BTC BZ ആണ്. നമ്മളത് സെലക്ട് ചെയ്യുക. BTC BZ സെലക്ട് കൊടുക്കുക. അപ്പോൾ BTC BZ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ അഡ്രസ്സ് കാണാം. ഓക്കെ, BTC BZ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു QR കോഡും അത് മുകളിലായിട്ട് നിങ്ങൾക്ക് കുറേ അഡ്രസ്സ് കാണാം. ആ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് വേണം BTC BZ കോയിൻ വാലറ്റിൽ കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ BTC BZ കോയിൻ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇത് ഓപ്പൺ ചെയ്യുക. BTC BZ വാലറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ സെൻഡ് എന്ന ഓപ്ഷൻ കാണാം. ആ സെൻഡ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ്, ക്യാമറയിൽ നിന്ന് കോപ്പി ചെയ്ത ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പേസ്റ്റ് കൊടുക്കുകയാണ്. ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ എമൗണ്ട് എത്രയാണോ അത് അടിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ വാലറ്റ് ബാലൻസ് 2122 കോയിൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാനൊരു 10 കോയിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് അടിച്ചെടുക്കുക $10 കോയിൻ. ഓക്കെ, BTC BZ 10 കോയിന് എമൗണ്ട് അടിച്ചു കൊടുത്തു. അഡ്രസ്സ് ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ക്യാമറയിൽ നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ ആണോ BTC BZ ആണോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, മാറിപ്പോയാൽ നമ്മുടെ ഫണ്ട് ലോസ് ആകും. അതിനുശേഷം ഈ സെൻഡ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. BTC BZൽ നിങ്ങൾ ഉണ്ടാക്കിയ പാസ്വേഡ്. അതുപോലെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് 0.0002 BTC BZ നമുക്ക് ചാർജ് വരുന്നുണ്ട്. അങ്ങനെ 10 കോയിൻ ഞാൻ എൻ്റെ ഇതിലേക്ക് മാറ്റുകയാണ്. അത് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം പ്ലീസ് വെയിറ്റ് ട്രാൻസാക്ഷൻ കൺഫർമേഷൻ. ഇപ്പോൾ നിങ്ങളുടെ കൊടുത്ത ട്രാൻസാക്ഷൻ ഒരു ബ്ലാക്ക് കളർ, അതായത് ഒരു മങ്ങിയ കളറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലായിട്ട് ഇത് എന്ത് ചെയ്യും, നമ്മുടെ ക്യാമറയിലേക്ക് ഡെപ്പോസിറ്റ് ആകും. ഓക്കെ, ഇപ്പോൾ വെയിറ്റിംഗ് കൺഫർമേഷനിൽ കിടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ജസ്റ്റ് ആ ട്രാൻസാക്ഷനുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അറിയാം. ട്രാൻസാക്ഷൻ ഫീ, അതുപോലെ ട്രാൻസാക്ഷൻ ID, എത്രയാണ് എമൗണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ക്യാമറയിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതായത് BTC BZ എമൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഇപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്യാമറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത BZ കോയിന് ഡെപ്പോസിറ്റിങ് അത് പ്രോസസ്സ് ചെയ്യാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്യാമറയിലേക്ക് ബാലൻസിൽ കാണിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്യാമറയിലേക്ക് അത് റിലീസ് ആയി കഴിഞ്ഞാൽ അത് എവിടെയാണ് എങ്ങനെയാണ് കാണിക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അത് നിങ്ങൾ ക്യാമറ വീണ്ടും ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ബാലൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ BZ കോയിനിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അത്
ട്രാൻസാക്ഷൻ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമിനോറയിലേക്ക് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, ജസ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്മോൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു കോളം ഉണ്ട്. ആ ടിക്ക് ഒഴിവാക്കണം. ഓക്കെ, അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതിൽ ബാലൻസ് എന്ന് പറയുന്നതിൽ ന്യൂ കോയിൻ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം BTC എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ബാലൻസ് 0 ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് കൺഫർമേഷൻ ആയിട്ടില്ല, അതാണ് ഇപ്പോൾ എത്താത്തത്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇവിടെയാണ് കാണിക്കുക. ഓക്കെ, ക്യാമിനോറയിൽ ബാലൻസ് എടുത്തിട്ട് അതിൽ ന്യൂ കോയിൻ സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ BZ കോയിൻ വാലറ്റിൽ നിന്ന് കൊടുത്ത ആ കോയിൻസ് ഇവിടെയാണ് കാണിക്കുക. ഓക്കെ, അതിൽ ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീടാണ് ട്രേഡിങ് നടത്തേണ്ടത്. ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് പിന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് അപ്ലോഡ് നമ്മുടെ കോയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാണിച്ചത് ഞാൻ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കോയിൻസ് ഈ ക്യാമിനോറയിൽ നിന്ന് എങ്ങനെയാണ് സെൽ ഓർഡർ കൊടുക്കുക, അതുപോലെ എങ്ങനെ BTC ആക്കി മാറ്റുന്നത്, അതുപോലെ ഇന്ത്യൻ രൂപ എങ്ങനെ ആക്കാവുന്ന വീഡിയോസ് ഞാൻ അടുത്ത അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ മറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.